ഹായ്, വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ്. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പേർഷ്യൻ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ് പറയുന്നത്: എ സ്മൂത്ത് സീ നെവർ മെയ്ഡ് എ സ്കിൽഡ് സെയിലർ. ശാന്തമായ കടൽ ഒരിക്കലും ഒരു വിദഗ്ധനായ നാവികനെ സൃഷ്ടിക്കുന്നില്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ടവർ മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പോൾ എന്നും നമ്മൾ പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറാവുക. അങ്ങനെ പ്രതിസന്ധികളെ നേരിടുന്നവർ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിന്ന് ഇനി നടക്കാനിരിക്കുന്ന ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ പതിവായി സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയാൻ നോക്കി. അതിനുശേഷം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ, നടന്നുപോയ കാര്യങ്ങൾ, നമ്മുടെ ഇന്നലെ കഴിഞ്ഞതോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതോ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കൂ. ഷാജി വിൽ വിസിറ്റ് മൈസൂർ. നമ്മൾ പഠിച്ചതിലെല്ലാം ഈ വിസിറ്റ് എന്ന വാക്ക് നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നുണ്ട്. ഇതാണ് വിസിറ്റ് എന്നതാണ് ഇതിൻ്റെ പ്രസൻറ്റ് ഫോം. സന്ദർശിക്കുന്നു, സന്ദർശിക്കുക എന്നൊക്കെയാണ്. നമ്മൾ ആദ്യം പതിവ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വ്യക്തിയാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഷാജി സന്ദർശിക്കാറുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ്സ് എന്ന് പറയും. ഷാജി സന്ദർശിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഷാജി വിസിറ്റഡ് എന്ന് പറയും. എന്നാൽ ഷാജിനി സന്ദർശിക്കും എന്നാണ് പറയുന്നതെങ്കിൽ ഷാജി വിൽ വിസിറ്റ്. അപ്പോൾ വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്നിലധികം പേർ സന്ദർശിക്കുന്നുവെന്നും, വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ സന്ദർശിക്കുന്നുവെന്നും ചിന്തിക്കുക. വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം പ്രശ്നമില്ല, സന്ദർശിച്ചു എന്നും ചിന്തിക്കുക. എന്നാൽ വിൽ വിസിറ്റ് എന്ന് കണ്ടാൽ സന്ദർശിക്കും എന്ന് പറഞ്ഞാൽ മതി, ചിന്തിച്ചാൽ മതി. ഷാജി വിൽ വിസിറ്റ് മൈസൂർ. ഷാജി മൈസൂർ സന്ദർശിക്കും, ഇതാണ് ഇതിൻ്റെ അർത്ഥം. രണ്ടാമത്തത്, ഷാജി വിൽ നോട്ട് വിസിറ്റ് മൈസൂർ. ഷാജി മൈസൂർ സന്ദർശിക്കില്ല. അപ്പോൾ ഇനി സന്ദർശിക്കില്ല എന്നർത്ഥം. ഇനി ഷാജി മൈസൂർ സന്ദർശിക്കുമോ എന്നാണ് നമ്മളിനി ചോദ്യമായിട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് തന്നെ വരൂ. ഇതൊരു ചോദ്യമാകുമ്പോൾ രണ്ടാമത് വരുന്ന ഈ ഓക്സിലറി വെർബ് ആദ്യം കൊണ്ടൊന്ന് ചേർത്താൽ മാത്രം മതി. അപ്പോൾ ഷാജി വിൽ എന്ന് വന്നത് വിൽ ഷാജി എന്നായി. വിൽ ഷാജി വിസിറ്റ് മൈസൂർ. വിൽ ഷാജി വിസിറ്റ് മൈസൂർ. നീ മൈസൂർ സന്ദർശിക്കുമോ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഷാജി എന്ന സ്ഥാനത്ത് യു ചേർത്താൽ മാത്രം മതി. വിൽ യു വിസിറ്റ് മൈസൂർ? വിൽ യു വിസിറ്റ് മൈസൂർ? അപ്പോൾ നീ നിൻ്റെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ സന്ദർശിക്കുമോ? അവർ കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിൽ യു വിസിറ്റ് യുവർ പാരൻസ്? വിൽ യു വിസിറ്റ് യുവർ പാരൻസ്? ഇനി അപ്പോൾ അതവിടെ ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ശീലിക്കുക. അപ്പോൾ വിൽ യു, വിൽ ദേ, വിൽ ഹി, വിൽ യുവർ ബ്രദർ എന്നിങ്ങനെയൊക്കെയാണ് അത് വരിക. ഓക്കെ, ഇനി ഷാജി മൈസൂർ സന്ദർശിക്കില്ലേ? വില്ലിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചേർക്കുക. വില്ലിൻ്റെ കൂടെ NOT, വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ നമ്മൾ ചുരുക്കി പറയണം. ഒരു കോൺട്രാക്റ്റഡ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കാം, വോണ്ട് എന്നാവും. വില്ലിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ചുരുക്കി പറയുമ്പം ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വിൽ ഈസ് വോണ്ട്. സോ വോണ്ട് ഷാജി വിസിറ്റ് മൈസൂർ? വോണ്ട് ഷാജി വിസിറ്റ് മൈസൂർ? ഷാജി മൈസൂർ സന്ദർശിക്കില്ലേ? ഇതിന് നമ്മൾ നോർമലി ഇൻറ്ററോഗേറ്റീവ് എന്നാണ് പറയുക. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യൻ ആണ്. അതേ സമയത്ത് ഇത് ഇൻറ്ററോഗേറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ഇൻറ്ററോഗേറ്റീവ് ആണ്. അപ്പോൾ വിൽ യു കം? നീ വരുമോ? വോണ്ട് യു കം? നീ വരില്ലേ? അപ്പോൾ അങ്ങനെയാണ്. ഒരു കുട്ടിയോട് പാടാൻ പറയാണ്, വിൽ യു സിങ്? നീ പാടുമോ? അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനായി. വോണ്ട് യു സിങ്? നീ പാടില്ലേ? അപ്പോൾ വില്ലിൻ്റെ കൂടെ നോട്ട് വെക്കുമ്പോൾ വോണ്ട് എന്നാവും. മനസ്സിലായല്ലോ? നമ്മൾ ഒരു ഹോം വർക്ക് ചെയ്യാൻ ഒരു കുട്ടിയെ ഏൽപ്പിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ ഒരു അസ്വസ്ഥത കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വിൽ യു ഡു ദ ഹോം വർക്ക്? വിൽ യു, ഇവിടെ നമ്മൾ വില്ല് ചേർക്കുന്നു, ഇവിടെ യു എന്ന് ചേർക്കുന്നു, ഇവിടെ ഡു എന്ന് ചേർക്കുക. വിൽ യു ഡു ദ ഹോം വർക്ക്? നീ ഹോം വർക്ക് ചെയ്യുമോ? അപ്പോൾ ചെയ്യില്ലേ എന്ന് നമുക്ക് സംശയം വരികയാണെങ്കിൽ വോണ്ട് യു ഡു ദ ഹോം വർക്ക്? വോണ്ട് യു ഡു ദ ഹോം വർക്ക്? അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ മൈസൂർ എന്ന ഉത്തരം നമുക്ക് കിട്ടണം. അപ്പോൾ ഷാജി എവിടെ സന്ദർശിക്കും? ഷാജി എവിടെ സന്ദർശിക്കും? സോ വേർ വിൽ ഷാജി വിസിറ്റ്? വേർ വിൽ ഷാജി വിസിറ്റ്? അത്രയേ ഉള്ളൂ. അപ്പോൾ വേർ വിൽ ഷാജി വിസിറ്റ് എന്നാണ് ചോദ്യം.
അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു വെക്കാം. അതായത് ഒരാൾ ഇവിടെ ഇപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വേറൊരു പദം ഉപയോഗിക്കുക, ഇവിടെ നമുക്ക് വേറൊരു വെർബ് ഉപയോഗിക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ടോം എന്നാക്കാം. അപ്പോൾ നോക്കാം, ടോം ബാംഗ്ലൂരിൽ പഠിക്കും എന്നാക്കാം. ടോം ബാംഗ്ലൂരിൽ പഠിക്കും എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പറയുക? അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ടോം വിൽ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. ടോം ബാംഗ്ലൂരിൽ പഠിക്കും. പഠിക്കുന്നു എന്നോ പഠിച്ചു എന്നോ പഠിക്കാറുണ്ടോന്നൊന്നും അതിനർത്ഥമില്ല. പഠിക്കും, ഇനി പഠിക്കും എന്നാണ്. ടോം വിൽ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം പഠിക്കും. ടോം വിൽ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ ആഫ്റ്റർ 1 വീക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ടോം ബാംഗ്ലൂരിൽ പഠിക്കില്ല, പഠിക്കാറില്ല, പഠിച്ചിരുന്നില്ല. ഇത് രണ്ടുമാണ് നമ്മൾ മുമ്പ് പഠിച്ചത്. ടോം വിൽ നോട്ട് സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. ടോം വിൽ നോട്ട്. ഈ വിൽ നോട്ടും നമുക്ക് ഇതേപോലെ ചുരുക്കിയിട്ട് വോണ്ട് എന്ന് പറയാം. ടോം വോണ്ട് സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. വിൽ നോട്ട്, ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് വിൽ നോട്ട് ഈസ് വോണ്ട്. സോ ടോം വോണ്ട് ഓർ ടോം വിൽ നോട്ട് സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. ടോം ബാംഗ്ലൂരിൽ പഠിക്കില്ല. ഇനി വിൽ ടോം. ടോം എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹീ എന്ന് ഉപയോഗിക്കാം. നമുക്ക് അറിയണം ആദ്യം ടോമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് വില്ലി. വെൽ ടോം സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. ടോം ബാംഗ്ലൂരിൽ പഠിക്കുമോ? വെൽ ടോം സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. അപ്പം നീ ബാംഗ്ലൂരിൽ പഠിക്കുമോ? വിൽ യു സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. വിൽ ഇവിടെ യു എന്ന് ചേർക്കുക. അങ്ങനെ പറയാം. നീ മാർക്കറ്റിൽ പോകുമോ എന്നെങ്ങനെ ചോദിക്കും? വിൽ ഇവിടെ യു ചേർക്കണം. വിൽ യു, പോവുക എന്നുള്ള വാക്കോടെ ചേർക്കണം. വിൽ യു ഗോ ടു മാർക്കറ്റ്. വിൽ യു ഗോ ടു മാർക്കറ്റ്. വിൽ യു ഗോ ടു മാർക്കറ്റ്. അപ്പം നീ ഇന്ന് വൈകുന്നേരം മാർക്കറ്റിൽ പോകുമോ? വിൽ ഇവിടെ യു ചേർക്കുക. വിൽ യു ഗോ എന്ന വാക്ക് ചേർക്കുക. വിൽ യു ഗോ ടു മാർക്കറ്റ് ദിസ് ഈവനിങ്. വിൽ യു ഗോ ടു മാർക്കറ്റ് ദിസ് ഈവനിങ്. അപ്പോൾ ഓക്കെ. ഇനി വീണ്ടും നമ്മുടെ ഈ സെൻറ്റൻസുകളിലേക്ക് തന്നെ വരാം. വോൺ ടോം സ്റ്റഡി ഇൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ വോൺ ഹീ, ഏതെങ്കിലും ഒന്നേ പറയാവൂ. വോൺ ഡി സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. അവൻ ബാംഗ്ലൂരിൽ പഠിക്കില്ലേ? സോ വി ഹാവ് എ കൺഫ്യൂഷൻ. വി ആർ നോട്ട് ഷുവർ whether Tom will study in Bangalore or not. So we are asking, won't he study in Bangalore? Won't he study in Bangalore? അവൻ ബാംഗ്ലൂരിൽ പഠിക്കില്ലേ എന്നായി. ഇനി നമുക്ക് ആര് ബാംഗ്ലൂരിൽ പഠിക്കും? കുറേ പേരുണ്ട്. അതിൽ ആരാണ് ബാംഗ്ലൂരിൽ പഠിക്കുക, അല്ലെങ്കിൽ ആര് പഠിക്കും എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ആരെന്നതിന് ഹൂ എന്ന് ചേർക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ വിൽ എന്ന ഓക്സിലറി വെർബ് ചേർക്കും. പിന്നീട് പ്രവൃത്തിയെ കാണിക്കുന്ന പദം ചേർക്കും. ഇങ്ങനെ പോകും. കാരണം ഇതിൽ ഉത്തരം കിട്ടേണ്ട ഭാഗം ഇതാണ്. ടോം എന്ന ഉത്തരം കിട്ടണം. അപ്പോൾ ചോദ്യത്തിൽ ഒരിക്കലും നമ്മൾ ഈ ഭാഗം വരില്ല. സോ ഹൂ വിൽ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. ഹൂ വിൽ സ്റ്റഡി ഇൻ ബാംഗ്ലൂർ. അടുത്തത് ആര് പോകുമെന്ന് പറയണമെന്ന് വിചാരിക്കുക. ആര് അടുത്തത് പോകും? ഹൂ വിൽ പോവുക. ഗോ നെക്സ്റ്റ്. ഹൂ വിൽ ഗോ നെക്സ്റ്റ്. ഹൂ വിൽ ഗോ നെക്സ്റ്റ്. ആര് അടുത്തതായിട്ട് പോകും. മനസ്സിലായല്ലോ? ആര് പാട്ട് പാടുമെന്നെങ്ങനെ ചോദിക്കും? ആര് എന്നുള്ളത് നമ്മളെന്ത് പറഞ്ഞു? ഹൂ, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? വിൽ ചേർക്കും. പാടും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഹൂ വിൽ സിങ്. ഹൂ വിൽ സിങ് എ സോങ്. ഹൂ വിൽ സിങ് എ സോങ്. ഓക്കെ. ഹൂ വിൽ സിങ് എ സോങ്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പറയും, അമൃത വിൽ സിങ് എ സോങ്. അമൃത ഈസ് എ വണ്ടർഫുൾ സിംഗർ ആൻഡ് ഷീ വിൽ സിങ് എ സോങ്. സാവകാശം പറഞ്ഞാൽ മതി, നമ്മളങ്ങനെ പറഞ്ഞ് പഠിക്കാം. അപ്പോൾ ഹൂ വിൽ സിങ് എ സോങ്. അമൃത ഈസ് എ സിംഗർ. അമൃത ഈസ് എ സിംഗർ ആൻഡ് ഷീ വിൽ സിങ് എ സോങ്. അങ്ങനെയൊക്കെ പറയാം. സോ ഹൂ വിൽ സിങ് എ സോങ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ചില പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ആരും അതിന് ഇറങ്ങാൻ ധൈര്യപ്പെടില്ല. ഒന്നുകിൽ എവിടെയാണ് നമ്മൾ പ്രശ്നം തീർക്കേണ്ടത്, ആ വ്യക്തിയിലുള്ള അവരുടെ ആ വ്യക്തിയെ സ്വാധീനിക്കാനുള്ള ഭയമോ ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തപ്പം അതിനൊരു തീരുമാനമാക്കുമെന്ന് ആശങ്കയുള്ളപ്പോൾ അതിനൊരു പ്രശ്നപരിഹാരമില്ലാത്ത സമയത്ത് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? അപ്പോൾ എലികൾ തീരുമാനിച്ച കാര്യമാണ് അതിൽ പറയുന്നത്. പൂച്ച വരുന്നത് എലികൾക്കറിയാൻ വേണ്ടി എലികളെല്ലാം കൂടെ കൂട്ടം കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്ത് പൂച്ചയുടെ കഴുത്തിലൊരു മണി കെട്ടിയാൽ നമ്മൾ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു ചോദ്യമാണ്, ഹൂ വിൽ ബെൽ ദ ക്യാറ്റ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കണം, പക്ഷേ പരിഹരിക്കാൻ ആരും പോകാനില്ല. അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നങ്ങനെ ചോദിക്കും? ഹൂ വിൽ ബെൽ. ബെൽ എന്നവിടെ ചേർക്കുക. ഹൂ വിൽ ബെൽ ദ ക്യാറ്റ്. ഹൂ വിൽ ബെൽ ദ ക്യാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ
ഈ ഒരു സെഗ്മെൻറ്റ് നോക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതൊരു കാര്യം നമുക്കിങ്ങനെ ഫ്യൂച്ചറിൽ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പോൾ നമുക്കൊരു ഫിസിക്സ് പഠിപ്പിക്കാൻ ഒരാളെ വേണം. അപ്പോൾ ആര് ഫിസിക്സ് പഠിപ്പിക്കും? ഹൂ വിൽ പഠിപ്പിക്കുക എന്നുള്ള വാക്കാണ് വേണ്ടത്. ഇവിടെ ഹൂ വിൽ പഠിപ്പിക്കുക എന്നുള്ളതിന് ഇവിടെ എന്ത് വരും? ടീച്ച്. ഹൂ വിൽ ടീച്ച് ഫിസിക്സ്? ഞങ്ങൾക്ക് ആര് ഫിസിക്സ് പഠിപ്പിക്കും? ഹൂ വിൽ ടീച്ച് ഫിസിക്സ് ഫോർ അസ്? ഹൂ വിൽ ടീച്ച് ഫിസിക്സ് ഫോർ അസ്? അപ്പോൾ പറയാണ് ഷീന എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഷീന മിസ് ഫിസിക്സ് പഠിപ്പിക്കും എന്ന് കുട്ടികൾ പറയണത്. ഷീന മിസ് വിൽ ടീച്ച് ഫിസിക്സ് ഫോർ അസ്. ഇങ്ങനെയാണ് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യം തുടങ്ങിയത്. വാച്ച് ഒന്നാമത്തെ രൂപം, വേർബിൻ്റെ പ്രസൻറ്റ് ഫോം, വാച്ച്ഡ്. അടുത്തത് ഒന്നാമത്തെ രൂപം തന്നെയാണ്, പക്ഷേ വിൽ വാച്ച്. അത് 3 കാലങ്ങളിലാണ് പറയുന്നത്. പതിവായി നടക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ്, കഴിഞ്ഞു പോയത് പാസ്റ്റ്, ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ. അപ്പോൾ നോക്കൂ, ഐ വാച്ച് ടെലിവിഷൻ, ഐ വാച്ച്ഡ് ടെലിവിഷൻ ആൻഡ് ഐ ഷാൾ വാച്ച് ടെലിവിഷൻ, ഐ വിൽ വാച്ച് ടെലിവിഷൻ എന്നും പറയാം. ഈ 3 കാലത്തിലാണ്. ഇനി ഇതിന് താഴേക്കുള്ളതെല്ലാം ഇത് കൃത്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഈ സംസാരിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ പറയണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും സ്വന്തമായിട്ട് അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സംശയമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഏകദേശം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. ഞാൻ ടി വി കാണാറുണ്ട്, ഞാൻ ടി വി കാണാറില്ല, ഐ ഡോണ്ട് വാച്ച് ടി വി. അപ്പോൾ ഒരു ചോദ്യം വന്നു, നീ ടി വി കാണാറുണ്ടോ? ഡു യു വാച്ച് ടി വി? നീ ടി വി കാണാറില്ലേ? ഡോണ്ട് യു വാച്ച് ടി വി? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ആരാണ് ടി വി കാണുന്നത്? ഹു വാച്ച് ടി വി? അങ്ങനെ വന്നു. ഇവിടെ അതേപോലെ ഐ വാച്ച്, ഐ ഡിഡിൻ വാച്ച്, ആൻഡ് ഡിഡ് യു വാച്ച്, ഡിഡിൻ യു വാച്ച്, ദെൻ ഹു വാച്ച് ടി വി? ഓർ വാട്ട് ഡിഡ് യു വാച്ച്? എന്താണ് നീ വാച്ച് ചെയ്തത്? ഇനി ഐ ഷാൽ വാച്ച് ആണെങ്കിലോ, ഐ ഷാൽ വാച്ച്, ഐ ഷാൽ നോട്ട് വാച്ച് ടി വി ആൻഡ് ഷാൽ യു വാച്ച് ടി വി? ഇങ്ങനെ നിങ്ങൾ മാറ്റി നോക്കുക. ഇതുവരെ പഠിച്ചത് പഴയ ക്ലാസ്സുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.